ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? കുക്കിങ്ങിൽ ഒരുപാട് എക്സ്പേർട്ട് ആയിട്ടുള്ളവർക്കല്ല, കുക്കിങ്ങിൽ ചെറുതായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നവരുണ്ടാവില്ലേ? ചിലപ്പം വീട്ടിൽ നിന്നൊക്കെ മാറി ഓഫീസിലേക്കോ അല്ലെങ്കിൽ കോളേജിലേക്കൊക്കെ മാറുമ്പം പുതിയ റൂമും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു അടുക്കളയിൽ ഒരു റൂമൊക്കെ സെറ്റപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ? അതുപോലെ തന്നെ റീസെൻ്റ്ലി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇതുവരെ കുക്കൊന്നും ചെയ്യാത്തവർ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ അവർക്ക് വീട്ടിൽ ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരില്ലേ? ഇനി അതൊക്കെ പോട്ടെ, ചിലവർക്ക് ഇതുവരെ കുക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അവർക്ക് വീട്ടിൽ തന്നെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടോ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പം അവർ നോക്കുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ വിചാരിച്ചു ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ചെയ്യാനും. എനിക്ക് ഓർമ്മയുള്ള കുറേ കാര്യങ്ങൾ ഞാനിങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയാലോ? എൻ്റെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോൺ വെജ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ഉടനെ നമ്മൾ അതിലൊരു പാത്രത്തിലേക്ക് കഴുകാൻ മാറ്റില്ല. അപ്പോൾ അതിലൊരു മോശം സ്മെല്ലുണ്ടാവും. ആ സ്മെല്ല് കളയാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് കല്ലുപ്പും കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് ഒരു പ്രാവശ്യം കൂടി അതിനെ കഴുകാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്ത് കഴുകി മാറ്റി വയ്ക്കുക. ഇനി നമുക്കിതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരണമെങ്കിൽ നമുക്ക് അതിൽ കുറച്ച് ആ മാരിനേഷനിൽ കുറച്ച് തൈര് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഒരു 15 മിനിറ്റ് നമുക്കതിനെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ചിക്കൻ കഴുകി എടുക്കുമ്പോഴും മാരിനേറ്റ് ചെയ്യുമ്പോഴും ഈ രണ്ട് കാര്യങ്ങൾ ആരും മറക്കരുത്. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റില്ലേ, അത് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുന്നതിനേക്കാളും നമ്മൾ വീട്ടിൽ അപ്പം തന്നെ അതിനൊന്ന് നമുക്ക് ചതച്ചിട്ടോ അല്ല മിക്സിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് അരച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ ആ കറിക്ക് അത് നല്ല ഫ്ലേവർ കൊടുക്കും കേട്ടോ. നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുന്നതിനേക്കാളും നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് തന്നെ വ്യത്യാസം വരും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ അങ്ങനെ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ എപ്പോഴും വെളുത്തുള്ളി കുറച്ച് അധികം എടുക്കണം, ഇഞ്ചി കുറച്ച് താഴെ. അതായത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി റേഷ്യോ 1:2 എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കണം കേട്ടോ. കാരണം ഇഞ്ചിയും വെളുത്തുള്ളി ഒരുപോലെ എടുക്കരുത്. ഇഞ്ചി എപ്പോഴും കുറച്ച് കുറവേ എടുക്കാൻ പാടുള്ളൂ. നമ്മുടെ കേരള ഫുഡിനൊക്കെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഒരു സംഭവമാണ് കറിവേപ്പില. അപ്പോൾ ഈ കറിവേപ്പിലിനെ അങ്ങനെ തന്നെ പറിച്ചിടാതെ അതിനെ നമുക്കൊന്ന് കൈ വെച്ചിട്ടൊന്ന് തിരുമ്മി അല്ലെങ്കിൽ 1-2 പീസ് ആക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഇടുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവർ കറിക്ക് കൊടുക്കും കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കറിയിൽ നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സവാള ഫസ്റ്റ് നമ്മൾ നന്നായിട്ട് മൂപ്പിക്കില്ലേ? അപ്പോൾ കുറച്ച് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നത് വരെ നമ്മൾ അതിനെ മൂപ്പിച്ച് കഴിഞ്ഞാൽ ആ കറിക്ക് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അത് ഒരുപാട് അങ്ങ് മൂത്ത് വരുന്നതിന് മുന്നേ നമ്മൾ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ ആ കറിയിൽ ആ സവാള ഒരുമാതിരി എന്താ പറയുക, ആ സവാള തന്നെ നമുക്കതിങ്ങനെ കഴിക്കാൻ കിട്ടും. പക്ഷെ അത് ആ ഒരു കറിയുടെ ടേസ്റ്റിനെ മൊത്തത്തിൽ അത് സ്പോയിൽ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഏതൊരു ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിലും അത് സവോള ആവട്ടെ, അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുകയാണെങ്കിൽ പോലും കുറച്ച് സമയം അത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ കുക്കറി ഷോയിലൊക്കെ പറയില്ലേ അത് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം എന്നൊക്കെ, അത് കറക്റ്റാണ് കേട്ടോ. ചിലവർക്ക് ടൈം ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും വേഗം നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കുറച്ച് സമയവും പേഷ്യൻസ് ഒക്കെ എടുത്തിട്ട് വേണം എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ മൂപ്പിക്കുന്ന സമയത്ത് അത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ കുറച്ച് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം നമുക്ക് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇട്ട് കൊടുക്കാം. ഇനി അതിനുശേഷം നമ്മൾ തക്കാളി ഇടുമ്പോൾ തക്കാളി അതുപോലെ തന്നെ അതും നന്നായിട്ടൊന്ന് മൂത്ത് വരികയാണെങ്കിൽ കറിക്കൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സവാള മൂപ്പിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്ന കാര്യം പറഞ്ഞല്ലോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുമ്പം എപ്പോഴും നമ്മുടെ ഫ്ലെയിം ലോ ആക്കി വെക്കാൻ മറക്കരുത്. ഒരുപാട് തീയിലത് അടിക്കൊക്കെ പിടിക്കും. അതുകൊണ്ട് തന്നെ കരിഞ്ഞു പോകാനും അടിക്ക് പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ അത് വെച്ചിട്ട് വേണം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാൻ. അതുപോലെ തന്നെ നമ്മൾ എന്ത് കുക്ക് ചെയ്യുമ്പോഴും ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാതെ മീഡിയം ടു ലോ ഫ്ലെയിം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒത്തിരി വെള്ളമൊക്കെ ഉണ്ട്, അതിനൊന്ന് വറ്റിച്ചെടുക്കേണ്ട ഒരു കറിയൊക്കെ വരികയാണെങ്കിൽ മാത്രം കുറച്ച് ഹൈ ഫ്ലെയിമിലേക്ക് വെക്കുക. സാധാരണ കറി കുക്കാവുമ്പോഴും അതിൻ്റെ പ്രിപ്പറേഷനിലൊക്കെ എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിം തന്നെ ആ കറിക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരുപാട് തീ ആളി കത്തിച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാലും ആ കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടില്ല. കാരണം ഒരു കറി റെഡിയാവാൻ ഇത്ര സമയം വേണമെന്നുണ്ട്. ആ സമയം അതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്കായിട്ട് വരണം. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഫ്ലെയിമിൻ്റെ കാര്യം. ഇനിയിപ്പോൾ സവാള മൂപ്പിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇത് ആഡ് ചെയ്താലും കുറച്ച് സമയം അതിൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നമ്മളത് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് മുന്നേ തന്നെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യരുത്. എപ്പോഴും അതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്യാബേജോ ക്യാരറ്റൊക്കെ തോരൻ വെക്കില്ലേ? അപ്പം നമ്മൾ സാധാരണ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് വളരെ ചെറുതായിട്ടായിരിക്കും നമ്മൾ അതിനെ മുറിച്ചെടുക്കാൻ പോകുന്നത്. അതിന് നമ്മൾ തോരൻ വെക്കുമ്പം വളരെ കുറച്ച് വെള്ളം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിലൊരു 2-3 സ്പൂൺ വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. അതിനെ അടച്ചു വെച്ചിട്ട് ആ ആവിയിൽ തന്നെ അത് നന്നായിട്ട് വെന്ത് വരും. പിന്നെ അത് വേവാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ ക്യാബേജ് ആവട്ടെ ക്യാരറ്റ് ആവട്ടെ അതുപോലത്തെ പച്ചക്കറികൾക്ക് ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോൾ. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുക്ക് ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, അതിന് മുന്നേ നമ്മൾ പോയിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് വരില്ലേ? അന്നത്തെ ദിവസം നമ്മൾ കറിവേപ്പില, മല്ലിയില, പച്ചമുളക് ഇതൊന്നും വാങ്ങിക്കാൻ മറക്കരുത് കേട്ടോ. കാരണം ഇതൊക്കെ ആ കറിക്ക് കൊടുക്കുന്നത് വേറെ തന്നെ ഒരു ഫ്ലേവറാണ്.
ഇപ്പോൾ നമ്മൾ കേരള റെസിപ്പീസൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ നമ്മൾ കറിവേപ്പില ആഡ് ചെയ്യും. അപ്പോൾ ആ കറിവേപ്പില നമ്മൾ അതിൽ സ്കിപ്പ് ചെയ്യാനേ പാടില്ല. ഇപ്പോൾ ഒരു മീൻ കറി ആവട്ടെ, ചിക്കൻ കറി ആവട്ടെ, ഇതിലൊക്കെ കറിവേപ്പിലയുടെ റോൾ ഭയങ്കര വലുതാണ്. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോൾ ഒരു വെജ് ആയിക്കോട്ടെ, തോരനായിക്കോട്ടെ, അതിൽ നമ്മൾ കറിവേപ്പില ഇടുന്നുണ്ടല്ലോ, അപ്പോൾ കറിവേപ്പിലേനെ മിസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ആവട്ടെ, ഇല്ല ചിക്കൻ കറികളൊക്കെ ആവട്ടെ, നമ്മൾ അതിൽ മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ ആ മല്ലിയില അവസാനമായിട്ട് നമ്മൾ അതിന് മുകളിലിടുമ്പോൾ അതിന് തരുന്നൊരു സ്വാദും വേറെ തന്നെയാണ്. ഇപ്പം നമ്മളൊരു ഗീ റൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ പോലും അതിന് മുകളിൽ കുറച്ച് നമ്മുടെ ഫ്രൈഡ് ഓണിയൻ്റെ കൂടെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ കറിക്ക് ഒരു പ്രത്യേക സ്വാദ് കിട്ടും. അപ്പോൾ നമ്മൾ ഉള്ള സാധനം വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ ഇങ്ങനൊരു സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും, കറിവേപ്പില മല്ലിയില നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിലപ്പോൾ നമ്മൾ ഓർക്കണമെന്നില്ല. പക്ഷേ ഇതൊക്കെ വാങ്ങിച്ച് നമുക്ക് കുറേ ദിവസം സ്റ്റോർ ചെയ്യാം. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എത്ര ദിവസം വരെ അത് സ്റ്റോർ ചെയ്യാം, മോർ ദാൻ എ മന്ത് നമുക്കത് സ്റ്റോർ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതൊക്കെ മാസത്തിലൊരു തവണ നിങ്ങൾക്ക് വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ചാൽ നന്നായിട്ട് തന്നെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കറിക്കും അത് കൊടുക്കുന്ന സ്വാദ് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അതൊന്നും മിസ് ചെയ്യരുത്. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മസാലപ്പൊടികളൊക്കെ കൂടുതൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മസാല പൗഡേഴ്സ് ആയിരിക്കും. പക്ഷെ ഇപ്പോൾ കുരുമുളകാവട്ടെ, ജീരകമാവട്ടെ, പെരിഞ്ജീരകമാവട്ടെ, ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ കുറച്ച് സമയം ഉണ്ടെങ്കിൽ ഒന്ന് വറുത്ത് അതിനെ പൊടിച്ച് മാറ്റി വെക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ഗരം മസാലേൻ്റെ മിക്സ് ഒക്കെ വരുന്നുണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് അതിനൊന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫ്രഷ് ആയിട്ട് നമുക്ക് ഇതൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇനി ഇതൊന്നും വീട്ടിലുണ്ടാക്കാൻ സമയമില്ലാത്തവർ നമ്മൾ പുറത്തുനിന്ന് പാക്കറ്റായിട്ട് വാങ്ങിക്കില്ലേ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ പാക്കറ്റ് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മെല്ലും ഫ്ലേവറൊക്കെ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടും. ഒരു 3 മാസത്തിനുള്ളിലൊക്കെ അത് നഷ്ടപ്പെട്ടു പോകും. അത് വാങ്ങിച്ച് നമ്മൾ യൂസ് ചെയ്യുക. ഇനി അല്ല നമ്മൾ കുറച്ചധികം നാൾ വലിയ പാക്കറ്റാണ് വാങ്ങിക്കുന്നെങ്കിൽ നമുക്ക് എത്രത്തോളം വേണം അതിന് നമ്മൾ ചെറിയ ചെറിയ ഓരോ ഗ്ലാസ് കണ്ടെയ്നേഴ്സിലേക്ക് മാറ്റിയിട്ട് ബാക്കി നമുക്ക് നന്നായിട്ട് സീൽ ചെയ്തിട്ട് ഫ്രീസറിൽ എടുത്ത് വെക്കാം. ഞാൻ പറഞ്ഞു ഇന്നത്തെ വീഡിയോ ബിഗിനേഴ്സിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരു ബിഗിനറായിട്ട് നിങ്ങൾ ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്യുമോ അല്ലെങ്കിൽ ഒരു വെജ് ബിരിയാണി ട്രൈ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതൊക്കെ ട്രൈ ചെയ്യാനൊരു ധൈര്യത്തിൽ അങ്ങ് ട്രൈ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് ചെയ്യാം കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ബിരിയാണി റൈസ് സ്റ്റിക്കി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ചോറ് വയ്ക്കുമ്പോൾ. അല്ലെങ്കിൽ അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുത്താലും മതി. ഒന്നിങ്ങനെ ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുക, അല്ലെങ്കിൽ നെയ്യോ എണ്ണയോ ഒഴിച്ചിട്ട് നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് വേവിക്കും. നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കുമ്പോൾ അതിന് മുന്നേ ഒക്കെ ഗോതമ്പ് പൊടി മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാനും ട്രൈ ചെയ്ത്, ഇവിടെ അമ്മയും ട്രൈ ചെയ്തൊരു കാര്യമാണ്, അതിൽ കുറച്ച് റവ കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ പൂരിക്ക് കുറച്ചുകൂടി സ്വാദ് കൂടുന്നുണ്ട്. അതായത് നമ്മൾ ഒന്നുകിൽ ഈക്വൽ മെഷർമെൻറ്റ് നമുക്ക് റവ എടുക്കാം, ആട്ട എടുക്കുന്ന അതേ മെഷർമെൻറ്റ് നമുക്ക് റവ എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് കുറവ് റവ എടുക്കാം. എന്നിട്ട് ഒരു ഇളം ചൂടുവെള്ളത്തിൽ നന്നായിട്ട് ആ മാവിനെ കുഴച്ചെടുക്കാം. പിന്നെ ചപ്പാത്തി മാവ് ആയിക്കോട്ടെ, പൂരി മാവ് ആയിക്കോട്ടെ, ഒരു 20 മിനിറ്റ് നമ്മളതിനെ റെസ്റ്റ് ചെയ്യാൻ ടൈം കൊടുക്കുക. കാരണം റെസ്റ്റിംഗ് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ചപ്പാത്തി ആണെങ്കിലോ ഇതുപോലെ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് പരത്തി എടുക്കുകയാണെങ്കിൽ അത് നല്ല സോഫ്റ്റ് ആയിട്ട് ചപ്പാത്തി ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ പൂരി നിങ്ങൾ ഒരു റെസ്റ്റിംഗ് ടൈം കൊടുക്കാൻ മറക്കരുത്. പിന്നെ നമ്മൾ പൂരി ഒരുപാട് തിന്നായിട്ട് പരത്താൻ പാടില്ല. പൂരി പരത്തുമ്പോൾ നമ്മളൊരു ചെറിയൊരു തിക്നെസ് അവിടെ വയ്ക്കണം, അല്ലെങ്കിൽ ആ പൂരി ഫ്ലഫി ആയിട്ട് വരില്ല. ഫ്ലഫി ആയിട്ട് പൂരി വരണമെങ്കിൽ അതൊരു മീഡിയം തിക്നെസ്സിൽ തന്നെ നമ്മളതിനെ പരത്തിയെടുക്കണം. ചെറിയ ചെറിയ ഉണ്ടാക്കുക, ഇതൊരു മീഡിയം തിക്നെസ്സിൽ നമ്മളതിനെ പരത്തിയെടുക്കാം. പിന്നെ അതുപോലെ തന്നെ പൂരി നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ, പൂരി ആവട്ടെ ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന എന്ത് ഐറ്റംസ് ആവട്ടെ, എണ്ണ നന്നായിട്ട് ബോയിൽ ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം തിളച്ച എണ്ണയിലേക്ക് മാത്രമേ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ഐറ്റംസ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ കുറച്ചുകൂടി എല്ലാവരും ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര കോൺഷ്യസ് ആവുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതായത് ആൾക്കാർക്ക് കൂടുതൽ ഓയിലി ആയിട്ടുള്ള ഫുഡൊന്നും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു സംഭവമാണെങ്കിൽ നമ്മൾ കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ കറിയൊക്കെ റെഡി ആക്കിയതിന് ശേഷം മുകളിലൂടെ നമുക്ക് ഒരു സ്പൂൺ കുക്കിംഗ് ഓയിലോ അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണയോ ഏതാണോ ആ കറിക്ക് നമ്മൾ ആദ്യം യൂസ് ചെയ്തത്, ആ എണ്ണ എല്ലാം റെഡി ആയതിനു ശേഷം മുകളിലൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകിച്ച് മീൻ കറിക്ക് മുകളിലൂടെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്. കാരണം അത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും കേട്ടോ നമ്മുടെ കറിയിൽ. അതുകൊണ്ട് തന്നെ ആദ്യം വളരെ കുറച്ച് എണ്ണയിൽ നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കാം. അതിനുശേഷം കറിയൊക്കെ റെഡി ആയതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അതിന് മുകളിലൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കുക്കിംഗ് ഓയിൽ നമുക്ക് ഏതാണോ നമ്മൾ യൂസ് ചെയ്ത് അത് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ആ കറി ഒരുപാട് ഓയിലി ആയിട്ട് തോന്നുകയും ചെയ്യില്ല, പക്ഷെ ആ ഓയിൽ കൊടുക്കുന്ന ടേസ്റ്റ് ആ കറിയിൽ കിട്ടുകയും ചെയ്യും. അടുത്ത ടിപ്പ് എന്താണെന്നറിയോ? അടുത്ത ടിപ്പ് ഗരം മസാലയെ കുറിച്ചാണ് കേട്ടോ. നമ്മൾ സാധാരണ നോൺ വെജ് ആവട്ടെ അല്ലെങ്കിൽ പനീർ കറിയോ മഷ്റൂം കറിയോ എല്ലാത്തിനും നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഗരം മസാല. അപ്പോൾ ഈ ഗരം മസാല നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇടുന്നതിന് കൂട്ടത്തിൽ ഒരിക്കലും ആഡ് ചെയ്യാൻ പാടില്ല. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ അതിൻ്റെ മുകളിലൂടെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് അതിനെ അടച്ചു വെക്കാം. അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി കയ്പ്പ് രുചി ആ കറിക്ക് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗരം മസാല എപ്പോഴും ലാസ്റ്റ് ഇടാൻ ശ്രമിക്കണം കേട്ടോ. അതുപോലെ തന്നെ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മൾ മറ്റു പൊടികളുണ്ടല്ലോ, മഞ്ഞൾപ്പൊടി ആവട്ടെ, മുളക് പൊടി ആവട്ടെ, മല്ലിപ്പൊടി ആവട്ടെ, ഇതൊക്കെ നമ്മൾ കറിയിലേക്ക് ആഡ് ചെയ്യുമ്പം എപ്പോഴും ലോ ഫ്ലെയിമിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൗഡേഴ്സൊക്കെ ആഡ് ചെയ്യാൻ പാടുള്ളൂ.
അതിനുശേഷം ഈ പച്ചമണം മാറ്റിയെടുക്കാൻ അതിനും ശ്രമിക്കണം. അതിനുശേഷം മാത്രമേ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഈ മസാല പൗഡേഴ്സിൻ്റെ ഒക്കെ പച്ചമണം മാറ്റിയെടുക്കണം നമ്മൾ. പിന്നെ അതുപോലെ തന്നെ കറിക്ക് കുറച്ച് തിക്നെസ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് നോൺ വെജിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ അതിൽ കുറച്ചധികം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടിയാണ് ആ കറിയുടെ തിക്നെസ്സിനെയും കറിയുടെ ഒരു വലിപ്പം. നമ്മൾ ഒത്തിരി കറി ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ കറി നമുക്ക് കുറച്ച് അധികം വേണം, അതിന് നമ്മൾ നോക്കുന്നത് മല്ലിപ്പൊടിയുടെ കണക്കാണ്. അതുപോലെ തന്നെ 2 തരത്തിലുള്ള മുളക് പൊടി നമ്മൾ വാങ്ങിച്ചു വെക്കാൻ ശ്രമിക്കണം. അതായത് കുറച്ച് എരിവുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ കളറുള്ള നമ്മുടെ കാശ്മീരി മുളക് പൊടിയും വെക്കുകയാണെങ്കിൽ കാശ്മീരി മുളക് പൊടി എപ്പോഴും നമ്മുടെ കറിക്ക് നല്ല തിക്നെസ് കൊടുക്കും. അതേസമയത്ത് നമ്മൾ എരിവെള്ള പൊടി മാത്രം ഇട്ട് കഴിഞ്ഞാൽ ആ കറിക്കൊരു കളറും കാണില്ല, അതുപോലെ തന്നെ ആ കറിക്കൊരു തിക്നെസ്സും വരില്ല. അപ്പോൾ ഈ കളറും തിക്നെസ്സിനും വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് 1 സ്പൂൺ എക്സ്ട്രാ നമുക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഒരുപാട് എരിവ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എരിവൊക്കെ കൂടുമ്പം നിങ്ങൾ കറി ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ എന്താ വിചാരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഞാൻ ഈ കറിയിൽ പച്ചമുളക് ഇടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ മുളക് പൊടി അത്ര ഇടേണ്ട ആവശ്യമില്ല, മുളക് പൊടി കുറച്ചിട്ടാൽ മതി. അപ്പോൾ ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. നമ്മളിതിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പച്ചമുളക് സാധാരണ നമ്മൾ ആദ്യം ഇടുന്ന ഐറ്റമാണ്. അപ്പോൾ പച്ചമുളക് ഇട്ട കാരണം ചിലവർ മറന്നു പോകും. അതുകൊണ്ടാണ് അവർ കൂടുതൽ അതിനകത്ത് മുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ഇടുമ്പോൾ എരിവ് നന്നായിട്ട് കൂടും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പച്ചമുളക് ഇടാത്തൊരു കറിയാണെങ്കിൽ നമുക്ക് ഈ പൊടിയിൽ തന്നെ അതിനെ ബാലൻസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളൊരു കറി ഉണ്ടാക്കുമ്പോൾ. അതുപോലെ തന്നെ ഉപ്പൊക്കെ കുറച്ച് കൂടി പോയി കഴിഞ്ഞാൽ ചിക്കൻ കറിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് അതിലൊരു ഉരുളക്കിഴങ്ങോ കാര്യങ്ങളൊക്കെ മുറിച്ചിട്ട് നമുക്ക് ആ കറിയിലൊന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതിൻ്റെ ടിപ്സൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പൊടിയുടെ കാര്യത്തിലൊക്കെ ഇതുപോലെ ഒരു ശ്രദ്ധ വെക്കണം. അപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷസും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യാനും കഴിക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്തായാലും കസൂരി മേത്തി വാങ്ങിക്കാൻ മറക്കരുത്. അതെന്താ വെച്ചാൽ കസൂരി മേത്തി അതുപോലത്തെ കറിക്കൊക്കെ നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അതിപ്പോൾ ഒരു ബട്ടർ ചിക്കൻ ആയിക്കോട്ടെ, പനീർ ബട്ടർ മസാല ആയിക്കോട്ടെ, അല്ലെങ്കിൽ പനീറിൻ്റെ ഏതൊരു ഐറ്റം ആയിക്കോട്ടെ, അവരതിൽ കസൂരി മേത്തി ഇടുന്നുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവർ വേറെ തന്നെയാണ്. നമുക്ക് കറി വെച്ച് ജസ്റ്റ് ഒന്ന് തിരുമ്പി അതിന് മുകളിലൂടെ ഇട്ട് കൊടുത്ത് നമുക്കതിനെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം മിസ് ചെയ്യാൻ പാടില്ല. അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് കറി വേണമെങ്കിൽ ഉണ്ടാക്കിക്കോ, അതിനുശേഷം അങ്ങനെ തന്നെ നമ്മൾ ഗ്യാസിൽ നിന്ന് എടുത്തിട്ട് സെർവ് ചെയ്യാൻ പാടില്ല. നമ്മൾ അതിനൊരു കുറച്ച് സമയം അതിനൊരു റെസ്റ്റിംഗ് ടൈം കൊടുക്കുക. അതൊരു 10 മിനിറ്റ് അത് അവിടെ തന്നെ വെച്ചിട്ട് അതൊന്ന് സെറ്റ് ആയിക്കോട്ടെ. അതിനുശേഷം നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അല്ല നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അതിൽ തന്നെ പ്ലേറ്റിലേക്കൊക്കെ എടുത്ത് കഴിക്കുമ്പം അതിൻ്റെ ടേസ്റ്റ് കിട്ടുകയേ ചെയ്യില്ല കേട്ടോ. ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്തിട്ട് വേണം അതിനെ സെർവ് ചെയ്യാം. ചില കറികൾ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്കത്തെക്കാളും ടേസ്റ്റ് രാത്രിയിലേക്കായിരിക്കും. ചിലപ്പോൾ രാത്രി ഉണ്ടാക്കിയ കറിക്ക് നെക്സ്റ്റ് ഡേ അതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും. കാരണം അതിന് നമ്മളൊരു ടൈം കൊടുക്കുന്നുണ്ടല്ലോ, അതിനൊരു സെറ്റിംഗ് ടൈം കൊടുക്കുന്നതുകൊണ്ടാണ് ആ ടേസ്റ്റിൽ വരുന്ന വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ കുക്ക് ചെയ്ത ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതിനെ കുറച്ച് സമയം അവിടെ തന്നെ വെക്കാം. അതിനുശേഷം ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് അതിനെ സെർവ് ചെയ്തിട്ട് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അതാരും മറക്കരുത് കേട്ടോ. അടുത്ത എൻ്റെ ലാസ്റ്റ് ടിപ്പാണ് കേട്ടോ. ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കുക്ക് ചെയ്യുന്ന സമയത്ത് ചിലവർക്ക് സമയം വളരെ കുറവായിരിക്കും. ധൃതിയിൽ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകണം എന്നുള്ളവരുണ്ടാവും. പക്ഷെ ചിലവർക്ക് സമയം ഉണ്ടാവും. അപ്പം നല്ല സമയവും പേഷ്യൻസും എടുത്തിട്ട് നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഒരുപാട് ടെൻഷനിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ചില കറികളൊക്കെ നന്നാവണമെന്നില്ല. അതിനൊന്നും നമുക്ക് ഒരു കുറ്റവും ഇല്ല. അതൊക്കെ നമ്മുടെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൻ്റെ പ്രശ്നമാണ്. ഇപ്പം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സും അവിടെ തന്നെ ആണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പം കുക്കിങ്ങിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നത്തെ ഒരു വീഡിയോ കിച്ചണിൽ പുതിയതായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കുറേ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് കേട്ടോ. ഞാനൊരു മാക്സിമം ഒരു 10-15 ടിപ്സ് ഞാനിന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഒരുപാട് ടിപ്സ് ഇനിയും ഒരുപാടുണ്ട്. നമുക്കതൊരു കുറേ വീഡിയോസ് ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടവർ ആരെങ്കിലും നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനൊക്കെ കുക്കിംഗ് ഒക്കെ പഠിക്കണം എന്നാകുന്നുള്ളവർക്ക് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റിൽ പറയൂ, നമുക്കതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.